രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി PV അൻവർ MLA രംഗത്ത്. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ ഭരണസമിതിയിൽ നിന്നും വാക്കൌട്ട് നടത്തി. അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് നിർമ്മിച്ച വനിതകൾക്കായി തുറന്നുകൊടുത്ത ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പഞ്ചായത്ത് ഭരണസമിതി ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി PV അൻവർ MLA രംഗത്ത്. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി. ഉടുമുണ്ടുരിഞ്ഞ് നടത്തുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെത്. ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ചിലതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ സാജൻസ് കറിയയുടെ ചാനലിൽ ഇരുന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ്, ഞാൻ മതരാഷ്ട്രവാദിയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക്, ഒരു സംശയം നീ കരുതണ്ട. ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ച് ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. നീ ഏത് CRPC പ്രകാരോ ഏത് IPC പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ ഭരണസമിതിയിൽ നിന്നും വാക്കൌട്ട് നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പാർട്ടി ലീഡർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ച യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VA നദീർ ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ വർഷം അനുമതി ലഭിച്ച 2,08,57,000 രൂപയിൽ 1,34,10,007 രൂപ പാഴാക്കി കളഞ്ഞതിലും ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനം മുരടിപ്പിച്ചതിലും UDF മെമ്പർമാരുടെ വാർഡുകളിലേക്ക് ഫണ്ടുകൾ പക്ഷപാതപരമായി അനുവദിച്ചതിനെതിരെയും വികേന്ദ്രീകൃത ആസൂത്രണത്തെ അട്ടിമറിച്ച് കേന്ദ്രീകൃത നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണസമിതിയുടെ നിലപാടുകളിലും വിയോജിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നും UDF മെമ്പർമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VA നദീർ ഉദ്ഘാടനം ചെയ്തു. UDF പാർലമെന്ററി പാർട്ടി ലീഡർ വാസന്തി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മെമ്പർമാരായ അഡ്വക്കേറ്റ് VS അരുൺരാജ്, ജിസ്മി സോണി, പത്മിനി ഗോപിനാഥ്, ആമിന ആഷിഖ് എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, മാള. വനിതാ സൗഹൃദ ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. കോടശ്ശേരി പഞ്ചായത്ത് നിർമ്മിച്ച വനിതകൾക്കായി തുറന്നുകൊടുത്ത ബസ് സ്റ്റോപ്പാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയത്. പഞ്ചായത്ത് ഭരണസമിതി ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. 2012-13 നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് വനിതാ സൗഹൃദ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. ബസ് സ്റ്റോപ്പിൽ സ്ത്രീകൾക്കായി ബാത്റൂമും നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ വെള്ളവും വെളിച്ചവും ഇല്ലാത്ത അവസ്ഥയിലാണ്. പ്രതിദിനം 100 കണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് ബസ് സ്റ്റോപ്പിൽ വന്നു പോകുന്നത്. ചൗക്ക കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്ന സ്ത്രീകളും പനമ്പള്ളി കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർക്കും ആശ്രയമായിരുന്നു ബസ് സ്റ്റോപ്പ്. പഞ്ചായത്തിന്റെ പരിചരണമില്ലാതായതോടെ ബസ് സ്റ്റോപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മദ്യക്കുപ്പികളും നിറഞ്ഞു. ശുചിമുറി വൃത്തിഹീനമായാണ് കിടക്കുന്നത്. യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളും മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന ജംഗ്ഷനിലൊന്നായ ചൗക്ക ജംഗ്ഷനിലാണ് ബസ് സ്റ്റോപ്പ്. രാത്രികാലങ്ങളിൽ അടച്ചിടാൻ സൗകര്യമില്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഇവിടെ താവളമാക്കിയിരിക്കുകയാണ്. കോടശ്ശേരി പഞ്ചായത്ത് ഭരണസമിതി ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വനിതാ സൗഹൃദ ബസ് സ്റ്റോപ്പായിട്ടാണ് ഇത് നിർമ്മൽ പുരസ്കാര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ മുലയൂട്ടാനുള്ള സൗകര്യം
വനിതകൾക്ക് പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകൾക്ക് ബസ് കയറാനും ബസ് വന്നത് വിശ്രമിക്കാനും ഒപ്പം തന്നെ അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യത്തോട് വേണ്ടിയിട്ടാണ് 2013 കോടശ്ശേരി പഞ്ചായത്ത് ഇന്ന് നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിനുശേഷം ഇന്നേ വരെ ഈ ബസ് സ്റ്റോപ്പ് ഏത് രീതിയിലാണെന്നുള്ള കാര്യം പഞ്ചായത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വാർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ അതിൻ്റെ പഞ്ചായത്ത് അധികൃതരോ യാതൊരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. മീഡിയ ടൈം, ചാലക്കുടി. മാളയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്ര ജനങ്ങളെ ആവേശഭരിതരാക്കി. മാള സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാട്ടം സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ഘോഷയാത്രയിൽ പങ്കാളികളായി. മാള സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാട്ടം സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചത്. താളമേള വാദ്യങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ മാള സെന്റ് ആന്റണീസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര മാള സെന്റ് സ്റ്റനിസ്ലാവോസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ജോർജ് പാറേമൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പുലിക്കളി, കാളകളി, തിരുവാതിരക്കളി, കൈക്കൊട്ടിക്കളി, മാർഗംകളി, ഒപ്പന, ദഫ്മുട്ട്, കരാട്ടെ, കളരിപ്പയറ്റ്, ഓണത്തല്ല് എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. നിരവധി ആളുകൾ ഘോഷയാത്ര അനുഗമിച്ചു. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അഴിമതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് UDF മെമ്പർമാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AA മുസമ്മിൽ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി പാർട്ടി ലീഡർ ഷംസു വെളുത്തേരി അധ്യക്ഷത വഹിച്ചു. UDF മെമ്പർ സദക്കുത്തുള്ള MH ബഷീർ, മെമ്പർമാരായ ബിജു പോൾ, മഞ്ജു, ജാസ്മിൻ നസീമ, പാർട്ടി നേതാക്കളായ EV സജീവ്, A ചന്ദ്രൻ, സുരേഷ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ്, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി അലിയാർ, സാദത്ത്, ജോർജ് തൊമ്മന, ജസിൽ അനസ്, ആഷിഖ്, രവിചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പൂപ്പത്തി ALP സ്കൂളിൽ ഓണാഘോഷം നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓരോ ക്ലാസുകളിലും കുട്ടികൾ തീർത്ത പൂക്കളം മനോഹര കാഴ്ചയായി. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പൂവത്തുശ്ശേരി മറിയം ത്രേസ്യ പബ്ലിക് സ്കൂളിൽ ഓണാഘോഷം ഓണം ഫീസ്റ്റ് 2024-25 നടന്നു. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SV ജയദേവൻ ഓണ സന്ദേശം നൽകി. സിസ്റ്റർ മരിയ പോൾ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഡെയ്സി ടോമി, ജാൻസി ജേക്കബ്, സിസ്റ്റർ ആൻലിറ്റ്, PTA പ്രസിഡന്റ് VA ബിജു എന്നിവർ സംസാരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. മാള സർക്കാർ മോഡൽ പ്രീ പ്രൈമറി LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം, കുട്ടികളുടെ വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു. തുടർന്ന് ഓണസദ്യ വിതരണം ഉണ്ടായിരുന്നു. പുല്ലൂറ്റ് ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയെക്കുറിച്ച് കുട്ടികൾക്കുള്ള വിഷൻ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മേജർ ജനറൽ ഡോക്ടർ P വിവേകാനന്ദ് ക്ലാസ് നയിച്ചു. 2047 നാം സ്വപ്നം കാണുന്ന ഇന്ത്യ എന്താണെന്ന വിഷയത്തിൽ ഉപന്യാസ രചന നടന്നു. തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്തു. SN മിഷൻ വെസ്റ്റ് ചെയർമാനും റോട്ടറേറിയനുമായ ES രാജൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറേറിയൻ രാജൻ മേനോൻ, ഡോക്ടർ രഘുനാഥ്, പ്രിൻസിപ്പൽ KG ഷൈനി, അമൽ, ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ ഉത്സവ ഭത്തയും മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഓണക്കിറ്റും നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി T ബിനോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി CS സുഹസ്, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷിമിർ, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ് എന്നിവർ സംസാരിച്ചു.
മതിലകം ഗ്രാമപഞ്ചായത്ത് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, പഞ്ചായത്ത് അംഗം സംസാബി സലീം, മറ്റു ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങൾക്കായുള്ള യോഗ പരിശീലനം എന്ന വിഷയത്തിൽ കൂളിമുട്ടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ MS ഷീന ക്ലാസ് നയിച്ചു. കേരള കർഷക സംഘം എടത്തുരുത്തി വില്ലേജ് കമ്മിറ്റി നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. കർഷക സംഘം വില്ലേജ് ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. എടത്തുരുത്തി കുമ്പളപ്പറമ്പിന് സമീപം ഡോക്ടർ സജീവിന്റെ ഒരേക്കർ കൃഷിഭൂമിയിൽ മത്തൻ, കുമ്പളം, പടവലം, പയർ, ചുരക്ക, വെണ്ട, കൂർക്ക, പച്ചമുളക് തുടങ്ങി വിവിധയിനം പച്ചക്കറികളും കൂടാതെ ചെണ്ടുമലയും തുമ്പപ്പൂവുമാണ് കൃഷി ചെയ്തത്. രാവിലെ നടന്ന ചടങ്ങിൽ കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം എടത്തുരുത്തി വില്ലേജ് പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായി. MES അസ്മാബി കോളേജ് ഫൈൻ ആർട്സ് ക്ലബിന്റെയും യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കും അധ്യാപക അനധ്യാപക ജീവനക്കാർക്കുമായി വിവിധ മത്സരങ്ങൾ നടന്നു. ഓണാഘോഷത്തിന്റെ ഭാഗമായി എടവിലങ്ങ് ഈഴവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്ക് കൈനീട്ടവും അരി വിതരണവും നടത്തി. സംഘം പ്രസിഡന്റ് KK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KS സുരേഷ്, KT ഗോപാലകൃഷ്ണൻ, TK വാസു, സിദ്ധാർത്ഥൻ, AA അജിതൻ, PS ജോഷി, VV മോഹനൻ, AS വിജയൻ, PR മോഹനൻ, AS വിശ്വംഭരൻ, PV മോഹൻദാസ്, ജിൽ ശങ്കരനാരായണൻ, ഡീന ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയും സയൻസ് സൊസൈറ്റിയും സംയുക്തമായി കൊടുങ്ങല്ലൂരിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി LK മനോജ്, മണ്ഡലം സെക്രട്ടറി വിനിത ടിങ്കു, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണക്കോടി ഉൾപ്പെടെ 25 തരം സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഓണക്കിറ്റാണ് വിതരണം ചെയ്തത്. പടിഞ്ഞാറ് വെമ്പലൂർ MES പബ്ലിക് സ്കൂളിൽ സ്പോർട്സ് ഡേ നടന്നു. ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ PH മൊയ്തീൻ അധ്യക്ഷനായി. MES സംസ്ഥാന കമ്മിറ്റി അംഗം സലീം അറക്കൽ പതാക ഉയർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഷൈബി അബൂബക്കർ ദീപശിഖ തെളിയിച്ചു. KM ഷൗക്കത്ത് ഹുസൈൻ, PK സലീം, TK കൊച്ചിബ്രാഹിം, CA അബ്ദുൽ ജലീൽ, KM ഷാജി, MA സലീം, PK റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം മുനിസിപ്പൽ കൗൺസിലർ നിധ പോൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധികളായ ലിറ്റി ചാക്കോ, ജിന്നി ദിൽജോ, PJ റിജി, സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഡ്രൈവർമാരെ ആദരിക്കുകയും ഓണസമ്മാനവും ഓണസദ്യ നൽകുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അസഭ്യവർഷവും ഭീഷണിയുമായി PV അൻവർ MLA രംഗത്ത്. കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുമെന്നാണ് ഭീഷണി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് UDF അംഗങ്ങൾ ഭരണസമിതിയിൽ നിന്നും വാക്കൌട്ട് നടത്തി. അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് നിർമ്മിച്ച വനിതകൾക്കായി തുറന്നുകൊടുത്ത ബസ് സ്റ്റോപ്പ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. പഞ്ചായത്ത് ഭരണസമിതി ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.